ഹിസ്ബുള്ളയും ഹൂതികളും ഹമാസും ഇസ്രായേലിനെതിരെ ആക്രമണവുമായി മുന്നോട്ട് പോകുന്നു. എന്നാൽ ഇറാൻ നിശബ്ദത പാലിക്കുന്നു. പലരും ഇതിൽ അസ്വസ്ഥരാണ്. ഇറാന്റെ മൗനത്തിൽ ഹിസ്ബുള്ളയും അതൃപ്തരാണെന്ന വാർത്തകൾ അതിനിടെ പുറത്തു വന്നു. ഇറാനും ഹിസ്ബുള്ളയും തമ്മിൽ അഭിപ്രായ ഭിന്നതയുണ്ടെന്ന് പോലും മാധ്യമ റിപ്പോർട്ടുകൾ വന്നു. എന്നാൽ ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കാനൊരുങ്ങുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ആക്രമണം ഉടൻ ഉണ്ടാകുമെന്ന സൂചനകളും കഴിഞ്ഞ ദിവസം ഹിസ്ബുള്ള നൽകിയിരുന്നു. ഇപ്പോഴിതാ ഇറാന്റെ വിദേശകാര്യമന്ത്രി തന്നെ ആക്രമണ സൂചന നൽകിയിരിക്കുന്നു. ഹമാസ് മേധാവി ഇസ്മയിൽ ഹനിയെ കൊലപ്പെടുത്തിയതിന് ഉറപ്പായും ഇറാൻ മറുപടി നൽകുമെന്നാണ് വിദേശകാര്യമന്ത്രി പറയുന്നത്. വെറും ആക്രമണമല്ല, കൃത്യതയോടെ പ്ലാൻ ചെയ്തുള്ള ആക്രമണമായിരിക്കും അതെന്നാണ് ഇറാൻ നൽകുന്ന സൂചന. ഇറാന്റെ മണ്ണിൽ വെച്ചാണ് ഹനിയെ കൊല്ലപ്പെട്ടത്. അതിന് തിരിച്ചടിക്കാനുള്ള അവകാശം ഇറാനുണ്ടെന്നാണ് വിദേശകാര്യമന്ത്രി പറഞ്ഞത്. ഹിസ്ബുള്ളയും ഹമാസും ഹൂതികളും ഇസ്രായേലിനെ ആക്രമിക്കുന്നത് വെറും ടെസ്റ്റ് ഡോസാണോ എന്ന ആശങ്കയാണ് ലോകത്തിനുള്ളത്. അതിനിടെ ഹിസ്ബുള്ള നടത്തിയ ആക്രമണത്തിൽ സംഭവിച്ച നഷ്ടങ്ങൾ ഇസ്രായേൽ ആദ്യമായി തുറന്നു പറഞ്ഞിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ നടന്ന ആക്രമണത്തിൽ സംഭവിച്ച നഷ്ടങ്ങളാണ് സൈന്യം വെളിപ്പെടുത്തിയിരിക്കുന്നത്. ആക്രമണം നടന്ന് മണിക്കൂറുകൾക്കുള്ളിലാണ് സൈന്യത്തിൻ്റെ വെളിപ്പെടുത്തൽ. ശരിക്കും അമ്പരപ്പിക്കുന്നതാണ് സൈന്യത്തിൻ്റെ ഈ മാറ്റം. ഇത്തരം കാര്യങ്ങൾ ഇസ്രായേൽ തുറന്നു സമ്മതിക്കാറേയില്ല. മാധ്യമ വാർത്തകൾ മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ടെത്തുക. പലപ്പോഴും ആ വാർത്തകളൊന്നും ആധികാരികവും ആയിരിക്കില്ല. ഹിസ്ബുള്ള ആക്രമണത്തിൽ നേവിയുടെ ഒരു നാവികൻ കൊല്ലപ്പെട്ടെന്നും 2 പേർക്ക് പരിക്കേറ്റെന്നുമാണ് ഇസ്രായേൽ അറിയിക്കുന്നത്. ഇസ്രായേലിൻ്റെ പ്രതിരോധ കവചമായ അയൺ ഡോം ഇൻ്റർസെപ്റ്ററിൽ നിന്നുള്ള ഭാഗങ്ങൾ തെറിച്ചു വീണാണ് അത്യാഹിതം സംഭവിച്ചതെന്നാണ് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിൻ്റെ വിശദീകരണം. അതിനിടെ ഹമാസ് മേധാവി ഇസ്മയിൽ ഹനിയയുടെ കൊലപാതകം നടന്നിട്ട് ആഴ്ചകൾ പിന്നിട്ടു. ഹമാസ് നേതാവിൻ്റെ മരണത്തിന് ശക്തമായ തിരിച്ചടിയുമായി മുന്നോട്ട് പോവുകയാണ് ലെബനൻ സായുധ സേനയായ ഹിസ്ബുള്ള. അതിശക്തമായ ആക്രമണമാണ് ഹിസ്ബുള്ള ഇസ്രായേലിൻ്റെ നേർക്ക് നടത്തുന്നത്. ഞായറാഴ്ച രാവിലെ മുതൽ വടക്കൻ ഇസ്രായേലിൽ കനത്ത പോരാട്ടമാണ് നടക്കുന്നത്. റോക്കറ്റ്, ഡ്രോൺ, സൈറനുകൾ രാവിലെ മുതൽ തന്നെ തുടർച്ചയായി മുഴങ്ങുന്നതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഹിസ്ബുള്ള ആക്രമണം ശക്തമാക്കിയതോടെ ഇസ്രായേൽ രാജ്യത്ത് അടിയന്തരാവസ്ഥ പോലും പ്രഖ്യാപിച്ചിരുന്നു. ഇസ്രായേലിനെതിരെയുള്ള പ്രതികാര നടപടികളുടെ തുടക്കം മാത്രമാണ് ഇതെന്നാണ് ഹിസ്ബുള്ള അറിയിച്ചത്. ലെബനനിലെ വിവിധ കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയിരുന്നു. വ്യോമാക്രമണത്തിനുള്ള മുന്നൊരുക്കങ്ങൾ ഹിസ്ബുള്ള നടത്തുന്നതായി ബോധ്യപ്പെട്ടു. അതിനാലാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയതെന്ന് അധികൃതരെ ഉദ്ധരിച്ച് BBC റിപ്പോർട്ട് ചെയ്തിരുന്നു. ഹമാസ് തലവൻ ഇസ്മായിൽ ഹനിയ, ഹിസ്ബുള്ള സീനിയർ ജനറൽ ഫൗദ് ഷുക്കൂർ എന്നിവർ കൊല്ലപ്പെട്ടതോടെയാണ് പശ്ചിമേഷ്യയിലെ സംഘർഷം രൂക്ഷമായത്. ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണത്തിന് മറുപടിയായാണ് ഹിസ്ബുള്ളയും ഹൂതികളും ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തുന്നത്.